ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് തിരുസഭ നമ്മുടെ കർത്താവിൻ്റെ പ്രത്യക്ഷീകരണ തിരുനാൾ കൊണ്ടാടുകയാണ്. വിജാതീയരായ പൂജ രാജാക്കന്മാർക്ക് ഈശോയുടെ ദൈവീകത വെളിപ്പെടുത്തപ്പെട്ട ആ അനുഭവമാണ് ഇന്ന് തിരുസഭ പ്രത്യേകമായി കൊണ്ടാടുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ക്രിസ്മസിൽ തുടങ്ങി ഈശോയുടെ ദൈവികത വെളിപ്പെടുത്തപ്പെട്ട 4 അനുഭവങ്ങൾ നമ്മൾ ഈ ദിനങ്ങളിൽ പ്രത്യേകമായിട്ട് ധ്യാനിക്കുന്നുണ്ട്. പ്രത്യക്ഷീകരണം, എപ്പിഫനി, 4 പ്രത്യക്ഷീകരണങ്ങളാണ് തിരുസഭ പ്രത്യേകിച്ച് ചൂണ്ടിക്കാണിക്കുക. അതിലൊന്നാമത്തേത് ഈശോയുടെ ജനനമായിരുന്നു. അവിടെ ആട്ടിടയന്മാരാണ് ഈശോയെ ലോകരക്ഷകനായി ദൈവപുത്രനായി കണ്ടെത്തിയത്. മാലാഖമാരാണ് ആ കാര്യം അവർക്ക് വിളംബരം ചെയ്തു കൊടുത്തത്. രണ്ടാമത്തേതാണ് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് ആഘോഷിക്കുന്നത് വിജാതിയർക്ക് ആ സ്റ്റാറിലൂടെ, നക്ഷത്രത്തിലൂടെ ഈശോയെക്കുറിച്ചുള്ള അറിവ് ലഭിക്കുകയാണ്. അവർ കർത്താവിനെ തേടി, കർത്താവിനെ കണ്ടെത്തി അവിടത്തേക്കായി സമ്മാനങ്ങൾ അർപ്പിച്ചിട്ട് അവർ പുതിയൊരു വഴിയിലൂടെ മുന്നോട്ട് പോകുന്ന സംഭവമാണ് നമ്മൾ ഇന്ന് പ്രത്യേകിച്ച് ആഘോഷിക്കുന്നത്. മൂന്നാമത്തെ എപ്പിഫനി എന്ന് പറഞ്ഞാൽ ഈശോയുടെ ജ്ഞാനസ്നാന അനുഭവമാണ്. അവിടെ പിതാവായ ദൈവമാണ് ഈശോയെ ദൈവപുത്രനായി വെളിപ്പെടുത്തിയത്. ഈശോയുടെ ദൈവികത അങ്ങനെ അവിടെ പ്രത്യേകമായിട്ട് വെളിപ്പെട്ടു. പരിശുദ്ധാത്മാവ് ഈശോയിൽ നിറഞ്ഞപ്പോൾ, പിതാവിൻ്റെ സ്വരം മുഴങ്ങിയപ്പോൾ. പ്രിയപ്പെട്ടവരെ, നാലാമത്തെ എപ്പിഫനി എന്ന് പറയുന്നത് ഈശോയുടെ ആദ്യത്തെ അത്ഭുതമാണ്. കാനായിലെ കല്യാണ വിരുന്നിൽ അവിടുന്ന് തൻ്റെ ആദ്യത്തെ അത്ഭുതം പ്രവർത്തിച്ച് വെള്ളത്തെ വീഞ്ഞാക്കി തൻ്റെ മഹത്വം വെളിവാക്കി. അത് ശിഷ്യന്മാരുടെ മുമ്പിലാണ് ആ കർത്താവിൻ്റെ മഹത്വം വെളിവായത്. മാതാവാണ് ഒരു രൂപത്തിൽ ആ ഈശോയെ ദൈവപുത്രനായി, രക്ഷകനായി, നമുക്ക് നമ്മുടെ ആവശ്യങ്ങളെ നിവർത്തിക്കുന്നവനായി, നമ്മുടെ പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിനായി വെളിപ്പെടുത്തിയത്. മാതാവ് പറഞ്ഞു, നിങ്ങൾ അവൻ്റെ അടുത്തേക്ക് ചെല്ലുക, അവൻ പറയുന്നത് കേൾക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് ആഘോഷിക്കുന്ന തിരുനാൾ 3 രാജാക്കന്മാരുടെ, അല്ലെ പൂജ രാജാക്കന്മാരുടെ തിരുനാളിൽ നമ്മൾ 4 തരത്തിലുള്ള ദൈവ വെളിപാട്, ദൈവം തന്നെ വെളിപ്പെടുത്തുന്ന 4 രീതികൾ നമ്മൾ കാണുന്നുണ്ട്. ഒന്നാമത്തേത് നമ്മൾ മാലാഖമാരിലൂടെ വെളിപ്പെടുത്തപ്പെട്ടത്. ഒരു വിധത്തിൽ അത് ഈശോ പ്രത്യേകമായിട്ട് ജനിച്ചപ്പോഴും നമ്മളത് പ്രത്യേകിച്ച് കാണുകയാണ്. രണ്ടാമത്തേത് ഈ പ്രപഞ്ചത്തിലൂടെയാണ്, പ്രത്യേകിച്ച് നക്ഷത്രത്തിലൂടെ ഈശോ ഈ ലോകത്തിൽ ജനിച്ചിട്ടുണ്ട് എന്നുള്ള അറിവ് ആ 3 രാജാക്കന്മാർക്ക് കൊടുത്തു. മൂന്നാമത്തേത് ബൈബിളാണ്. ഹെറോദസിൻ്റെ അടുത്ത് ചെന്നപ്പോൾ ഹെറോദസ് യഹൂദ പണ്ഡിതന്മാരെ വിളിച്ചുകൂട്ടിയാണ് ചോദിക്കുന്നത്, കർത്താവ് എവിടെയാണ്, മിശിഹ എവിടെയാണ് പിറക്കുക? മിഖ പ്രവാചകൻ്റെ പുസ്തകം വായിച്ചിട്ട് അവർ പറഞ്ഞു, ബെത്ലഹേമിലാണ് അവിടുന്ന് പിറക്കുക എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. അപ്പം ആ രീതിയിൽ ആ ബൈബിളിലൂടെ നമുക്ക് വെളിപ്പെടുത്തൽ ലഭിക്കുക. നാലാമത്തേത്, ഇവർ ചെന്നിട്ട് ആ തിരുക്കുടുംബത്തിലെ യോസേപ്പ് പിതാവിനോടും മാതാവിനോടും ചേർന്ന് ഈശോയെ കണ്ടെത്തുമ്പോൾ ആ കുടുംബത്തിലെ പ്രിയപ്പെട്ടവരെ ആ ദൈവത്തിൻ്റെ വെളിപാട് പ്രത്യേകിച്ച് നമ്മൾ കാണുകയാണ്. അല്ലെങ്കിൽ ആ ദൈവത്തിൻ്റെ വെളിപാട് കുടുംബത്തിലൂടെ, ബൈബിളിലൂടെ, ഈ പ്രപഞ്ചത്തിലൂടെ, സ്വർഗീയ ദൂതന്മാരിലൂടെയെല്ലാം നമുക്ക് ലഭിക്കുകയാണ്. ഏറ്റവും പ്രധാനമായി പ്രിയപ്പെട്ടവരെ, ഇതിലൂടെയെല്ലാം നമുക്ക് ആ വെളിപാട് ലഭിക്കുമ്പോൾ അത് നമ്മുടെ ഹൃദയത്തിലൂടെ മനനം ചെയ്ത് നമ്മൾ കണ്ടെത്തുകയാണ് വേണ്ടത്. നമ്മൾ കൊണ്ടാടുന്ന ഈ തിരുനാളിൽ പ്രത്യേകിച്ച് 3 രാജാക്കന്മാരെ കാണുക. അവർ പണ്ഡിതന്മാരായിരുന്നു. നക്ഷത്രങ്ങളെ നോക്കി കാര്യങ്ങളൊക്കെ തിരിച്ചറിയുന്നവർ, ആസ്ട്രോളജേഴ്സ് എന്ന് പറയാം. അതേപോലെ തന്നെ അവർ സൊറോസ്ട്രിയൻ പുരോഹിതരായിരുന്നു. എന്നാൽ ഇന്നത്തെ വായനകളുടെ വെളിച്ചത്തിൽ, പ്രത്യേകിച്ച് ഇന്നത്തെ 1ാമത്തെ വായനയുടെ വെളിച്ചത്തിലും സങ്കീർത്തനത്തിൻ്റെ വെളിച്ചത്തിലും ആ 3 പേര് രാജാക്കന്മാരായിരുന്നു എന്ന് പറയുന്നത്. രാജാക്കന്മാർ വന്ന കർത്താവിനെ സേവിക്ക് അവിടത്തേക്കായി അവിടുന്ന് അവർ സമ്മാനങ്ങൾ കൊണ്ടുവരും എന്നുള്ള കാര്യം അവിടെ പ്രത്യേകിച്ച് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആ രീതിയിൽ നമ്മൾ ആ 3 പേര് അവർ വിജാതീയരായിരുന്നു. ക്രിസ്മസിന് ഈശോ വെളിപ്പെടുത്തപ്പെട്ടത് ആട്ടിടയന്മാർക്കാണ് എങ്കിൽ ആട്ടിടയന്മാർ യഹൂദരായിരുന്നു എന്ന് പറയാം.
എന്നാൽ ഈ 3 പേരും കിഴക്കൻ നാട്ടിൽ നിന്ന് വന്നു എന്ന് പറയാണ്. അവരുടെ പേര് ബൈബിള് പറയുന്നില്ല എങ്കിൽ പോലും, അവരുടെ എണ്ണവും ബൈബിള് പറയുന്നില്ല എങ്കിലും 3 കാഴ്ചകൾ അർപ്പിച്ചതിൻ്റെ വെളിച്ചത്തിൽ 3 പേര് അവരുണ്ടായിരുന്നുവെന്നും, അതുപോലെ പാരമ്പര്യം അവർക്ക് പേരുകളും കൊടുത്തിട്ടുണ്ട്. ബെൽത്താസർ, മെൽക്കിയോർ, കാസ്പർ. അങ്ങനെ അവർ അറേബ്യൻ നാട്ടിൽ നിന്ന്, അല്ലെ പേർഷ്യയിൽ നിന്ന്, അല്ലെ ഭാരതത്തിൽ നിന്നൊക്കെ വന്നു എന്ന് പറയുകയാണ്. അവരെല്ലാം ഒരു വിധത്തിൽ വിജാതീയരായിരുന്നു, യഹൂദരായിരുന്നില്ല. വിജാതീയർക്കും ഒരു വിധത്തിൽ കർത്താവ് വെളിപ്പെടുത്തപ്പെടുക. യഹൂദരുടെ രാജാവ് ജനിച്ചു എന്നുള്ള കാര്യം യഹൂദർക്ക് എന്നതിനേക്കാളും വിജാതീയർക്ക് വെളിപ്പെടുത്തിയതിലൂടെ, യഹൂദർക്ക് വേണ്ടി മാത്രമല്ല ഈശോ, വിജാതീയർക്കും വേണ്ടിയാണ്, സർവ്വജനത്തിനും വേണ്ടിയാണ് എന്നുള്ള യാഥാർത്ഥ്യം അവിടെ വെളിവാക്കപ്പെടുകയാണ്. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ 2ാമത്തെ വായന നമ്മളോട് പറയുക. 2ാമത്തെ വായനയിൽ പ്രത്യേകമായിട്ട് വെളിപ്പെടുത്തുക. പൗലോസ് അപ്പോസ്തലൻ വെളിപ്പെടുത്തുക. പൗലോസ് അപ്പോസ്തലൻ ഒരു വിധത്തിൽ പറയുകയാണ്, ഞാൻ അയക്കപ്പെട്ടത് വിജാതിയുടെ അടുത്തേക്കാണ്. വിജാതിയർക്കും യഹൂദരോടൊത്ത് ദൈവത്തിൻ്റെ ആ ഭവനത്തിലെ ദൈവത്തിൻ്റെ രക്ഷയിൽ പങ്കുണ്ട് എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് അവിടെ അറിയിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ കാണുന്ന കാര്യം 3 പേര് 3 സമ്മാനങ്ങളാണ് കർത്താവിന് നൽകുന്നത്. ആ സമ്മാനങ്ങൾ അത് ഈശോ ആരാണ് എന്ന രൂപത്തിൽ വെളിപ്പെടുത്തുക. ഈശോയെ അവർ എങ്ങനെ കണ്ടു എന്ന് വെളിപ്പെടുത്തുക. സ്വർണവും മീറയും കുന്തിരിക്കും അവർ കാഴ്ചവെക്കുന്നത്. സ്വർണം കാഴ്ചവെച്ചതിലൂടെ ഈശോ രാജാവാണ് എന്ന് വെളിപ്പെടുത്തുക. രാജാതിരാജനായ ഈശോയെ കണ്ട് അവർ ആരാധിക്കുക. 2ാമത് അവർ മീറ കൊടുത്തു എന്ന് പറയുകയാണ്. അത് ഈശോയുടെ ഒരു വിധത്തിൽ ഈശോ സഹിക്കുന്ന ദാസനാണ്, കർത്തൃദാസനാണ്, തൻ്റെ മരണത്തിലൂടെ രക്ഷയിക്കുന്നവനാണ് എന്നുള്ള യാഥാർത്ഥ്യം വെളിപ്പെടുത്തുക. കാരണം മീറ ഈ ശവശരീരങ്ങളൊക്കെ അടക്കുന്നതിന് മുമ്പ് അതിനെ പൂശാനായിട്ട് ഉപയോഗിക്കുന്ന ദ്രവ്യമാണ് മീറ. 3ാമത്തേത് കുന്തിരിക്കമാണ്. കുന്തിരിക്കം സമർപ്പിക്കുന്നതിലൂടെ ഈശോ പുരോഹിതനാണ് എന്ന് വെളിപ്പെടുത്തുക. പുരോഹിതനാണല്ലോ ദൈവത്തിന് ധൂപം അർപ്പിക്കുക. അപ്പം ആ രീതിയിൽ, അല്ലെങ്കിൽ ധൂപം അർപ്പിക്കപ്പെട്ടതിലൂടെ ഈശോ ദൈവമാണെന്നുള്ള ഒരു ഏറ്റുപറച്ചിൽ വരിക. അപ്പോൾ രാജാതിരാജനായ, അതേപോലെ തന്നെ മഹാപുരോഹിതനായ, അതേപോലെ യഥാർത്ഥ മനുഷ്യനായ ഈശോയെ അവർ തിരിച്ചറിയുക, അങ്ങനെ വെളിപ്പെടുത്തുക ആ 3 ദാനങ്ങൾ നൽകുന്നതിലൂടെ. പ്രിയപ്പെട്ടവരെ, നമ്മളും ഇതേപോലെ ദാനങ്ങൾ ഏകേണ്ടവരാണ്. നമുക്കുള്ളതിനേക്കാളും നമ്മളെ തന്നെ കൊടുക്കുക. അതാണ് ദൈവത്തിന് ഏറ്റവും പ്രീതിപ്പെട്ട ദാനം. കാരണം ഈശോയ്ക്ക് ഇവർ ആ 3 സമ്മാനങ്ങൾ നൽകി. എന്നാൽ ഈശോയാകട്ടെ ദൈവം നമുക്ക് തന്ന ഏറ്റവും വലിയ സമ്മാനമാണ്. തൻ്റെ പ്രിയപുത്രനെ നൽകാൻ തക്ക വിധം അവിടുന്ന് അത്രയേറെ നമ്മളെ സ്നേഹിച്ചു എന്നല്ലേ പറയുക. തൻ്റെ ജീവൻ പോലും വെടിഞ്ഞ് ഈശോ തന്നെ നമുക്കായി അർപ്പിച്ചതിലൂടെ, പ്രിയപ്പെട്ടവരെ, നമുക്ക് അവിടുന്ന് ദാനമായി തീർന്നുവെങ്കിൽ, ദൈവത്തിൻ്റെ ദാനമായി അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ, നാം നമ്മെ തന്നെ അവിടത്തേക്ക് ദാനമായി സമർപ്പിക്കണം. അപ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ കർത്താവിന് ഗിഫ്റ്റ് കൊടുക്കുക. നമ്മളൊക്കെ കൊടുക്കേണ്ടവരാ പ്രിയപ്പെട്ടവരെ. സ്വീകരിക്കുക മാത്രം ചെയ്യേണ്ടവരല്ല, കൊടുക്കേണ്ടവരാ. കൊടുക്കുന്നതിൽ സന്തോഷം കണ്ടെത്തേണ്ടവരാ. കർത്താവിനെ നമുക്ക് നമ്മളെ തന്നെ കൊടുക്കാൻ പറ്റണം. കർത്താവിൻ്റെ പേരിൽ മറ്റുള്ളവർക്കെല്ലാം കൊടുക്കാൻ പറ്റണം. അവരിലൊക്കെ കർത്താവിനെ കാണുമ്പോഴാണ് നമുക്ക് കൊടുക്കുവാനായിട്ട് സാധിക്കുക. നമ്മുടെ ജീവിതം പ്രിയപ്പെട്ടവരെ ഒരു ദാനമായി മാറട്ടെ, ഒരു സമ്മാനമായി മാറട്ടെ. നമ്മൾ കാണുന്ന ഒരു കാര്യം, നമ്മൾ ഇന്നത്തെ സുവിശേഷം ബോധപ്പെടുത്തുന്നൊരു കാര്യം യാത്രയെക്കുറിച്ചാണ്. നമ്മുടെയൊക്കെ ജീവിതം ഒരു യാത്രയല്ലേ. ഈ 3 രാജാക്കന്മാരുടെ യാത്രയിൽ നമ്മൾ കാണുന്നത് 3 ഘട്ടങ്ങളാണ്. 1ാമത്തെ ഘട്ടത്തിൽ അവർ തങ്ങളുടെ ഭവനത്തിൽ നിന്ന് രാജകൊട്ടാരത്തിലേക്ക് പോയി. അവിടെ ഒരു വിധത്തിൽ അവരെ നയിച്ചത് അവരുടെ കണക്കൂട്ടില്ല. അവർ വിചാരിച്ചത് ഇങ്ങനെയാണ്, രാജകൊട്ടാരത്തിലായിരിക്കും. കാരണം രാജകുമാരനല്ലേ, യഹൂദരുടെ രാജാവല്ലേ പിറന്നിരിക്കുന്നത്, അതുകൊണ്ട് അവൻ രാജകൊട്ടാരത്തിലായിരിക്കും പിറന്നത് എന്ന് ചിന്തിച്ച് ഒരു വിധത്തിൽ ഒരു നക്ഷത്രത്തെ പോലും മറന്ന് എന്ന് വേണേൽ പറയാം. അവർ പോയി അതിൻ്റെ ഫലം നമുക്കറിയാമല്ലോ. അവിടെ ചെന്ന് ആ റീസിൻ്റെ വെളിച്ചത്തിൽ ഒത്തിരി കുട്ടികളുടെ ജീവൻ പോലും ബലികഴിക്കപ്പെടേണ്ടി വന്നത്. അപ്പോൾ എങ്ങനെയായാലും നമ്മൾ നമ്മുടെ അറിവ് മാത്രം വെച്ചല്ല പോകേണ്ടത്. നമുക്ക് ദൈവമേകുന്ന അറിവ് നമുക്ക് നേടേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, അവിടെ ഇപ്പോൾ അവരുടെ യാത്രയിലെ 1ാം ഘട്ടം അവരുടെ ഭവനത്തിൽ നിന്ന്, അവരുടെ നാട്ടിൽ നിന്ന് രാജകൊട്ടാരത്തിലെ ഹെരോദോസിൻ്റെ
രാജകൊട്ടാരത്തിലേക്കുള്ള യാത്രയായിരുന്നു. രണ്ടാമത്തെ യാത്ര ആ രാജകൊട്ടാരത്തിൽ നിന്ന് ഈശോയുടെ അടുത്തേക്കുള്ള യാത്രയാണ്. ആ യാത്രയിൽ അവരെ നയിച്ചത് ആകാശത്ത് കണ്ട നക്ഷത്രവും അതോടൊപ്പം തന്നെ ആ ഹെരോദസിൻ്റെ ഭവനത്തിൽ വെച്ച് യഹൂദ പണ്ഡിതന്മാരിൽ നിന്ന് ലഭിച്ച ആ ബൈബിളിലെ അറിവുമാണ്. അങ്ങനെ ദൈവത്തിൻ്റെ വെളിപാട് സ്വീകരിച്ചുകൊണ്ട് അവർ യാത്ര ചെയ്തപ്പോൾ അവർക്ക് ഈശോ കിടന്നെടുത്ത് ചെല്ലുവാനായിട്ട് സാധിച്ചു. അങ്ങനെ ഈശോയെ കാണാനും ആ ഈശോയ്ക്ക് സമ്മാനങ്ങൾ അർപ്പിക്കുവാനും സാധിച്ചു അവർക്ക്. എന്നിട്ട് മൂന്നാമത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ തിരിച്ചുള്ള പോക്ക. ഈശോയെ കണ്ടു കഴിഞ്ഞിട്ട് പ്രിയപ്പെട്ടവരെ അവർ പുതിയ ഒരു വഴിക്ക് പോയി എന്ന് പറയുക. കാരണം അവർക്ക് സ്വപ്നത്തിൽ ദർശനം ലഭിച്ചു. അതിൻ്റെ വെളിച്ചത്തിലാണ് ആ പുതിയ വഴിക്ക് പോകുന്നത്. കർത്താവിനെ കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പഴയ വഴിയിലൂടെ പിന്നെ പോകാനാവില്ല. നമുക്ക് ഒരു പുതിയ വഴിയിലൂടെയാണ് നമ്മൾ മുന്നേറേണ്ടത്. നമുക്കത് പ്രത്യേകിച്ച് ഓർക്കുക. ആ രീതിയിൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലും നമ്മൾ യാത്ര ചെയ്യുന്നവരാണ്. ഈശോയിലേക്ക് നമുക്ക് യാത്ര ചെയ്യാം. ഈശോയിൽ നിന്ന് നമുക്ക് യാത്ര ചെയ്യാം. ഈശോയുടെ കൂടെ നമുക്ക് യാത്ര ചെയ്യാം. അങ്ങനെ നമ്മുടെ ജീവിതമാകുന്ന യാത്ര അത് സ്വർഗത്തിലേക്കുള്ള യാത്രയാണ്. ഈശോയെ കണ്ടെത്തുവാനുള്ള യാത്രയാണ്. ഈശോയോട് ചേർന്നുള്ള, ഈശോയെ കണ്ടെത്തിക്കഴിഞ്ഞ് അവിടെ നിന്ന് നയിക്കപ്പെടുന്ന ആ യാത്രയാണ് പ്രിയപ്പെട്ടവരെ. ആ രീതിയിൽ നമുക്ക് ആ 3 രാജാക്കന്മാരെ നമ്മുടെ മാതൃകയായി നമുക്ക് സ്വീകരിക്കാനായിട്ട് ശ്രദ്ധിക്കാം. എന്നിട്ട് നമ്മൾ അടുത്ത ഒരു കാര്യം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഉണ്ടല്ലോ രൂപത്തിൽ ആ നക്ഷത്രമായി മാറേണ്ടവരാണ്. കർത്താവിൻ്റെ നക്ഷത്രങ്ങളായി തിളങ്ങേണ്ടവരാണ് നമ്മൾ. ഇന്നത്തെ ഒന്നാമത്തെ വായനയുടെ തുടക്കം അല്ലേ, ആ കർത്താവ് കൊണ്ടുവരുന്ന പ്രകാശത്തെക്കുറിച്ചാണ്. നിങ്ങൾ പ്രകാശിതരാകുവിൻ എന്നുള്ള വലിയ ആഹ്വാനമാണ് അവിടെ ലഭിക്കുക. നമ്മളൊക്കെ കർത്താവ് പറയുന്നില്ലേ, നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാകുന്നുവെന്ന്. ലോകത്തിൻ്റെ പ്രകാശമായി കടന്നു വന്നവനാണ് ഈശോ. അതുകൊണ്ടാണ് ആ നക്ഷത്രം തന്നെ കർത്താവിൻ്റെ ജനനത്തെക്കുറിച്ചുള്ള അറിവ് കൊടുത്തത്. പ്രിയപ്പെട്ടവരെ, അന്ന് അവർ കണ്ട ആ നക്ഷത്രം 3 കാര്യങ്ങൾ ചെയ്തതായിട്ടാണ് നമ്മൾ ഇന്നത്തെ സുവിശേഷത്തിൽ വായിക്കുക. ഒന്നാമത്തേത്, ഈശോ ജനിച്ചിട്ടുണ്ട്, ഈ ലോകത്തിൽ ദൈവമുണ്ട് എന്നതിൻ്റെ ആ അറിവ് കൊടുക്കുക. തെളിവായി മാറി ആ നക്ഷത്രം. ഈ ലോകത്തെ പ്രകാശിപ്പിക്കുവാൻ, ഈ ലോകത്തിലെ അന്ധകാരത്തെ അകറ്റുവാൻ പ്രകാശമായി കർത്താവ് ലോകത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നു. യോഹന്നാൻ 8:12 9:5 നമ്മൾ അത് വായിക്കുന്നുണ്ടല്ലോ. ആ രീതിയിൽ പ്രിയപ്പെട്ടവരെ, ആ സ്റ്റാർ, ആ നക്ഷത്രം കർത്താവിൻ്റെ ഈ ലോകത്തിലെ സാന്നിധ്യം നമ്മളെ ബോധപ്പെടുത്തുക. രണ്ടാമത്തെ ഒരു കാര്യം, ഈ നക്ഷത്രം ഉണ്ടല്ലോ, നക്ഷത്രം കർത്താവിൻ്റെ അടുത്തേക്ക് നയിച്ചു എന്നുള്ളതാണ്. കർത്താവ് എവിടെയായിരുന്നോ അവിടേക്ക് അവരെ നയിച്ചു. അപ്പോൾ നമ്മൾ കർത്താവിൻ്റെ പക്കലേക്ക് നയിക്കുന്നു നമ്മുടെ ഈ നക്ഷത്രം. മൂന്നാമത് ഈ സ്റ്റാർ ചെയ്തൊരു കാര്യം, നക്ഷത്രത്തെ കണ്ട് അവർ സന്തോഷിച്ചു എന്ന് പറയുക. പ്രിയപ്പെട്ടവരെ, നമുക്കും ഈ നക്ഷത്രമായി മാറണം. ഈശോയുടെ നക്ഷത്രങ്ങളായി ഈ ലോകത്ത് പ്രശോഭിക്കണം. ഈ ലോകത്തിൽ ദൈവമുണ്ട് എന്നതിൻ്റെ തെളിവാകണം നമ്മൾ. അതോടൊപ്പം ആ കർത്താവിൻ്റെ പക്കലേക്ക് മറ്റുള്ളവരെയൊക്കെ നയിക്കാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ ജീവിതത്തിലൂടെ കർത്താവ് നമുക്കേകുന്ന സന്തോഷം, നമുക്കേകുന്ന രക്ഷ മറ്റുള്ളവർക്കും അനുഭൂതിമാക്കാൻ സാധിക്കണം. യോഹന്നാൻ്റെ 1-ാമത്തെ ലേഖനത്തിൻ്റെ തുടക്കത്തിൽ പറയുന്നില്ലേ, ഞങ്ങൾ അനുഭവിക്കുന്ന സന്തോഷം നിങ്ങൾക്കും ഉണ്ടാകണം, അതിന് ഞങ്ങൾ കണ്ടതും കേട്ടതും അനുഭവിച്ചതും നിങ്ങളെയും അറിയിക്കുകയാണ് എന്ന്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ഈ 3 രാജാക്കന്മാരുടെ തിരുനാൾ കൊണ്ടാടുമ്പോൾ, കർത്താവിൻ്റെ പ്രത്യക്ഷീകരണ തിരുനാൾ കൊണ്ടാടുമ്പോൾ കർത്താവ് നമുക്കും വെളിപ്പെടട്ടെ. പല രീതിയിലാണല്ലോ കർത്താവ് തന്നെ വെളിപ്പെടുത്തുന്നത്. അവിടുന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ രക്ഷകനായി വെളിപ്പെടട്ടെ. അവിടുന്ന് നമ്മുടെ ആ സ്വപ്നങ്ങളുടെ സാക്ഷാത്കാരമായി വെളിപ്പെടട്ടെ. അവിടുന്ന് നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി വെളിപ്പെടട്ടെ. നമ്മുടെ രാജാതിരാജനായി, നമ്മുടെ മഹാപുരോഹിതനായി, നമുക്ക് നമ്മുടെ തന്നെ ഏറ്റവും വലിയ മാതൃകയായി, നമ്മിൽ നിരന്തരം നിത്യം ജീവിക്കുന്നവരായി, നമുക്ക് വേണ്ടി തന്നെ പൂർണ്ണമായും അർപ്പിക്കുന്നവരായി നമുക്ക് കർത്താവിനെ കണ്ടെത്താം. എന്നിട്ടോ കർത്താവിനെ കണ്ടെത്തിയാൽ മാത്രം പോരാ, കർത്താവിൻ്റെ സ്നേഹത്താൽ നാം നിറയണം, കർത്താവിൻ്റെ വിജ്ഞാനത്താൽ നാം നിറയണം, കർത്താവിൻ്റെ ആ പ്രകാശത്താൽ നാം നിറയണം, കർത്താവിൻ്റെ ശക്തിയാൽ നാം നിറയണം, കർത്താവിൻ്റെ സന്തോഷത്താൽ നാം നിറയണം. എന്നിട്ടോ നമ്മൾ മറ്റുള്ളവർക്ക് ആ അനുഭവങ്ങൾ പകർന്നു കൊടുത്തുകൊണ്ട് രക്ഷയുടെ അനുഭവത്തിലൂടെ, സന്തോഷത്തിൻ്റെ അനുഭവത്തിലൂടെ, സ്നേഹത്തിൻ്റെ അനുഭവത്തിലൂടെ മുന്നേറുവാൻ നമുക്ക് നമ്മുടെ ജീവിതത്തിലെ ഓരോ വ്യക്തിയെയും സഹായിക്കാം. അതിനുവേണ്ട കൃപ ദൈവം നമുക്കെല്ലാം ഏകുമാറാകട്ടെ. എല്ലാവർക്കും ഈ എപ്പിഫനിയുടെ, ഈ പ്രത്യക്ഷീകരണ തിരുനാളിൻ്റെ മംഗളങ്ങളും അനുഗ്രഹങ്ങളും ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.